ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ, ഭാര്യയാണോ, ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. പറയുന്നത് നിങ്ങളുടെ സഹോദരിയാണെങ്കിലോ, നിങ്ങളുടെ അമ്മയാണെങ്കിലോ, നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ നിങ്ങളങ്ങനെ ഇറക്കി വിടൂ. പക്ഷെ പറയുകയാണ്, എല്ലാവരോടായിട്ട് പറയുകയാണ്, സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടറോടും പറയുന്നു മദ്യപിച്ചുകൊണ്ട് ജോലിക്ക് വരരുത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരെല്ലാം ശമ്പളം കൊടുക്കൂ, ശമ്പളം, ഒരാശങ്കയും വേണ്ട. നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ്. എൻ്റെ ഈ സന്ദേശം KSRTCയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാരോടാണ്. ഈ ലഘു സന്ദേശത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് പിന്തുടരണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കിട്ടാനും അനന്തസായൊരു ജീവിതം നമുക്ക് നയിക്കാനും പറ്റും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആശയങ്ങൾ പറയുന്നത്. നമ്മുടെ ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം. നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയായ ഭാഷ ഉപയോഗിച്ചാൽ മതി. അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരും നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ മക്കളാണ് എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് എന്ന നിലയിൽ നമ്മൾ പെരുമാറണം. നമ്മുടെ അമ്മയാണെന്ന് കരുതണം. അത്തരത്തിലൊരു പെരുമാറ്റം നമ്മുടെ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നിർബന്ധമായും അവരോട്, പ്രത്യേകിച്ച് അമ്മമാർ, വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള അത്തരത്തിലുള്ള വിവിധ ശേഷിയുള്ളവർ, അവരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം, വൃദ്ധരായ അമ്മമാരെയും വണ്ടിയിൽ കയറ്റുകയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം വണ്ടിയിൽ കയറാതെ വണ്ടി ബെല്ലടിക്കരുത്. കൃത്യത, ആ ഒരു സ്നേഹത്തോടെ അവരോട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല, ഇപ്പം ബസ്സിലേക്ക് കയറി വരുന്ന പല ഉദാഹരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കൂടെ വരുന്ന സഹോദരിയാണോ, ഭാര്യയാണോ, ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരുടെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ. ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരനും സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. അതുകൊണ്ട് മാത്രമല്ല, മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരാൻ പാടില്ല. കാരണം അത് KSRTCയിലെ ഒരു ജീവനക്കാരും മദ്യപിച്ചുകൊണ്ട് മേലിൽ ഡ്യൂട്ടിക്ക് വരരുത്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വില കളയരുത്. നിങ്ങൾക്കുള്ളൊരു വിലയുണ്ട്. കണ്ടക്ടറെ പലപ്പോഴും സാറേ എന്ന് വിളിക്കും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിന് വലിയ പദവിയുള്ളതാണ്. അദ്ദേഹം ബസ് കയറാൻ വന്നു. ഞാനന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ ബസ്സിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം കൂപ്പൺ എടുത്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തെ കയറ്റാതെ കണ്ടക്ടർ വഴിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സാറേ എന്നെ ഒന്ന് കൊണ്ടുപോയി, എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, എനിക്ക് കോട്ടയത്ത് എത്തണമെന്ന് അദ്ദേഹം വളരെ എളിമയോടെ ഈ മജിസ്ട്രേറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു വിധത്തിൽ കയറ്റില്ല, നിങ്ങൾക്ക് കൂപ്പണില്ല, നിങ്ങളെ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരം രംഗങ്ങൾ ഉണ്ടാകരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇത്തരം രംഗങ്ങൾ നമുക്ക് വേണ്ട. എല്ലാവരെയും കയറ്റൂ, എല്ലാവരും കയറട്ടെ, മാക്സിമം ആളുകൾ വണ്ടിയിൽ കയറട്ടെ. രാത്രി കാലങ്ങളിൽ ഒരു 8 മണി കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഓടിച്ച് പോകുമ്പോൾ, ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശത്തിന് നിങ്ങളെ ആരും ഒന്നും പറയില്ല. നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി 8 മണിക്ക് ശേഷം സൂപ്പർ ഫാസ്റ്റും അതിന് താഴോട്ടുള്ള വണ്ടികൾ, എക്സ്പ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, നിർത്തി കൊടുക്കണം. അവർ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. എൻ്റെ വീട് ഇവിടെയാണ്, അവർ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി രാത്രിയിൽ അവർ സ്കൂട്ടർ, ഓട്ടോറിക്ഷ പിടിച്ചൊക്കെ വരിക എന്ന് പറയുന്നത്, നിങ്ങളുടെ സഹോദരിയാണെങ്കിലോ, നിങ്ങളുടെ അമ്മയാണെങ്കിലോ, നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ നിങ്ങളങ്ങനെ ഇറക്കി വിടൂ. നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇറക്കി വിടില്ലേ? അങ്ങനെ ചെയ്യരുത്. നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണം. ഈ നിമിഷം മുതൽ, ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ അത്തരം നിർബന്ധ ബുദ്ധികൾ പാടില്ല. ഏതെങ്കിലും സ്റ്റോപ്പിൽ തന്നെ നിർത്തി കൊടുക്കണം, അവർ പറയുന്നിടത്ത് നിർത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഞാൻ നടപടിയെടുക്കാം. നിങ്ങൾക്ക് അത്രയും അതിൽ കൂടെ ഉറപ്പെന്താണ് വേണ്ടത്? പിന്നെ നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച്, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരെല്ലാം ശമ്പളം കൊടുക്കൂ, ശമ്പളം, ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞ 7.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കൂടിയാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതിന് നടപടിയെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട്.